ആറ്റിറമ്പിലെ കൊമ്പുകളിൽ തത്തമ്മേ കിളിത്തത്തമ്മേ ഇല്ലാ കഥ ചൊല്ലാതെടി ഓലവാലി 55 56 57 കമ്പക്കെട്ട് 58 59 60 60 വരത്തില്ല. എന്തായാലും 60 വരത്തില്ല. അയ്യോ നേരെ 10 രജനി എന്തോ ചായ ചായ ചായ. ഞാനിവിടെ കുഞ്ഞിന് പൊതി കെട്ടിക്കൊണ്ടിരിക്കുവാ. പൊതി കെട്ടാണോ? അയ്യോ പെട്ടെന്ന് എനിക്കൂടെ കെട്ടിക്കോ. ആഹാ വല്ല നിർബന്ധം കേട്ടോ. എന്താ നിർബന്ധമാണോ നീ പറയുന്നത്? അപ്പൊ എനിക്കിവിടെ 100 വട്ടം പണിയാണ്. നിനക്കറിയാമല്ലോ ആ കാര്യം അറിയാവുന്നല്ലേ. എന്നും എന്നെ കൊണ്ട് വഴക്കുണ്ടാക്കിക്കുന്നത് എന്തിനാടി? എന്തിനാ നീ കരയുന്നേ? ഞാൻ ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുവായിരുന്നു അവിടെ. നീ ഉള്ളി അരിഞ്ഞാലും വെളിയിൽ ഇറങ്ങിയിരുന്ന് അരിഞ്ഞാലും പറയാനുള്ളത് ഞാൻ പറയും. പക്ഷേ ഞാൻ സവാള ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുവായിരുന്നു. കരയുമല്ലായിരുന്നു? അല്ല കരഞ്ഞു. ജീവിതത്തിൽ ഞാൻ കരയത്തില്ലേ. നീ ഇവിടെ ഉള്ളി അരിഞ്ഞിരുന്നോ? നീ ലോകത്ത് നടക്കുന്ന സംഭവം എല്ലാം അറിഞ്ഞോ? കടലിൽ ഒരു കപ്പൽ മുങ്ങി. അപ്പൊ കണ്ടോന്റെ എല്ലാം തീരെ തടിയുവാ. കണ്ടവന്റെ അല്ല കണ്ടെയ്നർ അടിഞ്ഞു നടക്കുക. നിങ്ങൾ എന്തുവാ മനുഷ്യ ഇങ്ങനെ? നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലല്ലോ ഇവിടെ. അതങ്ങ് പോട്ടെ. ഈ കപ്പൽ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ? എന്തിന്? പിന്നെന്തിനാ അത് മുങ്ങിയത്? ഞാൻ എന്തോലും വിളിച്ചു പറയും. നിങ്ങൾ ഈ പണിക്ക് പോകാതിരുന്ന് എന്റെ കുഞ്ഞുങ്ങളെ കാര്യം എങ്ങനെ നോക്കും? ഈ ടെൻഷൻ അടിക്കണ്ട. ടെൻഷൻ അടിക്കും ഞാൻ. എടി നിന്നെക്കാട്ടി ടെൻഷൻ അനുഭവിക്കുക ഞാൻ. അറിയാവോ എന്തിനാണോ? എടി 6 വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാ ഞാൻ. അറിയാവോ? എടി 12 മണിയാകും ഞാൻ ഇവർക്ക് ഗുഡ് നൈറ്റ് ഇട്ടിട്ട് ഒന്ന് കിടക്കുമ്പോ നീ പിന്നെ വെളുപ്പിനെ തുടങ്ങണം ഗുഡ് മോർണിംഗ്. ആരടിക്കും? എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത്. വേണ്ട ചെറുക്കന്റെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചു. എന്നിട്ട് സ്കൂളിൽ ടൂറി വെച്ചേക്കോ വന്ന. എന്റെ ദൈവമേ, അത് നീ ശ്രദ്ധിക്കണം. നിന്റെ ഉത്തരവാദിത്തം. രാവിലെ അവൻ എഴുന്നേറ്റാൽ അവനെ കക്കൂച്ചി കൊണ്ട് കാര്യങ്ങൾ ചെയ്ത് വിടേണ്ടത് നീയാ. എന്റെ മനുഷ്യ അതാന്നാ പറഞ്ഞേ. ടൂർ വെച്ചിരിക്കുക പിള്ളേർക്കെല്ലാം കൂടെ. അവിടെ പോകാൻ പൈസ ഉണ്ടോ കൊടുക്കാൻ? ടൂറോ? അത് പറയണ്ടേ? പൈസ എങ്ങനെ ഉണ്ടാകും? എനിക്ക് പണിക്ക് പോകാൻ പറ്റുമോ? ഞാനുണ്ടല്ലോ നിങ്ങളുടെ കൂടെ ഉള്ള ജീവിതം അടുത്ത് ഇനിയും ജീവിക്കുന്നില്ല നിങ്ങളുടെ കൂടെ. നീ അങ്ങനെ വാശി പിടിക്കരുത്. നീ ഇപ്പൊ എവിടെ പോവാ? തൊഴിലുറപ്പ് വേണ്ടേ? അങ്ങനെ 6 സ്കെച്ച് കൂടെ മേടിച്ചോണ്ട് വരണം. കളർ അടിച്ച് മാറ്റാനുണ്ട്. ഇന്നലെ 12 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് വിയർത്ത്. നീ അറിഞ്ഞോ? എന്തിന്? മോട്ടുമോയിലിന് വഴി കാണിച്ചു കൊടുത്താ. ഇപ്പോഴും ആ വഴി ബ്ലോക്കാ. ഇപ്പോഴും മനസ്സിലായി? അത് ക്ലിയർ ആയിട്ടില്ല. മനുഷ്യ നിങ്ങൾ എന്തിനിങ്ങനെ മോട്ടുമോയിലിനൊക്കെ ഇത് കാണിച്ചോണ്ട് നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു പണിക്ക് പോകരുത്. മിണ്ടായി ഫോൺ അടിക്കുന്നു. ചുമ്മാ കിടന്ന് അലക്കാതെ. ഇല്ല ചുമ്മാ കിടന്ന് അലക്കായിരുന്നു. ഇപ്പൊ സുരേന്ദ്ര എന്തോടാ പറ. അയ്യോ നീ അക്ഷയായി പോയ പേപ്പറൊക്കെ ശരിയായോ? എടാ നീ അക്ഷയ പറഞ്ഞ എനിക്കൊരു ഉപകാരം ചെയ്യണേ. അങ്ങേപ്പുറത്തുനിന്ന് 2 പിള്ളേർ കളർ അടിക്കുന്ന ബുക്കിൽ അതോടെ മേടിച്ചോണ്ട് പോരും കേട്ടോ. എങ്ങനെ പോടാ? എനിക്ക് വയ്യ. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് എന്തെങ്കിലും പറ്റിയോ? എടി അതല്ല, പിന്നെ കാട്ടിലെ കണ്ണൻ തുടങ്ങിയിട്ട് 2ാം ഭാഗം തുടങ്ങി. 1/2 മണിക്കൂറായി. മനസ്സിലായോ? എപ്പോഴും ഞാൻ വിളിച്ചു പറഞ്ഞാൽ കൂടെ പോകും. ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കുന്നില്ല. എനിക്കും എന്റെ കുഞ്ഞിനും എങ്ങനെങ്കിലും കണ്ടോ ആരാണ്ട് കയറി വരുന്നുണ്ട്. എന്റെ ദൈവമേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കിടന്ന് അലമ്പുണ്ടാക്കരുതെന്ന്. അത് 1ഉം 2ഉം പ്രാവശ്യമല്ല. പാലാരിവട്ടം എന്നോട് ഞാൻ പറഞ്ഞു ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. ഓമനക്കുട്ടനെ വരുന്ന ഓമനക്കുട്ടനെ കേൾക്കണം. ഇത് എന്റെ പൊന്നണ്ണാ ചേച്ചി, റോഡിൽ നിന്ന് കേൾക്കാം നിങ്ങൾ ഈ വാ. എന്താ വായ ഇത്? സത്യം പറഞ്ഞ നിങ്ങളുടെ ബന്ധുക്കാരാന്ന് പറയാൻ എനിക്ക് നാണക്കട. സത്യം പറഞ്ഞ എന്റെ ഓമനക്കുട്ട, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ഭർത്താവല്ലേ ഞാന് കല്യാണം കഴിച്ചോട്ട് വന്ന പണിക്ക് പോകണ്ടായോ? എന്റെ ഓമനക്കുട്ട എങ്ങനെ ജീവിക്കും? എന്റെ ഓമനക്കുട്ടന്റെ വീട്ടിലാണെങ്കിൽ ഭാര്യ എങ്ങനെയാ നോക്കുന്നത്? എന്റെ ഓമനക്കുട്ട അവിടെ ഓമനക്കുട്ട അങ്ങനെ ഇത്ര നേരം അവള് പറഞ്ഞേ. അപ്പൊ അവിടെ ഓമനക്കുട്ട, നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല. അത് എന്തോ ഗുരുവാണ് ഞാൻ പണിക്ക് പോയിക്കൂടെ? എന്നോട് ഡോക്ടർ പറഞ്ഞ് റെസ്റ്റ് എടുക്കണമെന്ന്. എന്തുവാന്നറിയാമോ? 17 വർഷങ്ങൾക്ക് മുമ്പ് മലമ്പനി വന്നു. മലമ്പനിയോ? അന്ന് ആ ഡോക്ടർ പറഞ്ഞ എന്തുവന്നറിയാമോ? റെസ്റ്റ് എടുക്കണമെന്ന്. അതിന് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുക 17 വർഷമായിട്ട്. ഇത് വേറെ ഏതെങ്കിലും ഡോക്ടറെ പോയി കണ്ടിട്ട് ഇറങ്ങി പണിക്ക് പോകാൻ നോക്കണ്ട. എടാ ഈ ഡോക്ടർ പറയണ്ടേ? അത് ഞാൻ റെസ്റ്റ് എടുക്കണ്ട മതിയെന്ന് പറയണ്ടേ? അതെന്തുവാന്ന് ചോദിക്കട്ടെ. ആ ഡോക്ടർ ഇല്ലയോ എന്റെ ഓമനക്കുട്ട മരിച്ചുപോയി. അതെന്റെ കുഴപ്പമാണോ? വേറെ ഡോക്ടറും പോയി കാണ്. അതെനിക്ക് വിശ്വാസം പോരാ. വ്യാജ ഡോക്ടർ ഉള്ള കാലവാ. മനസ്സിലായോ? 1, 2 അല്ലെങ്കിൽ പിന്നെ ഈ ഡോക്ടർ മരിക്കുന്നതിന് മുമ്പ് അപ്പൊ ആ ഡോക്ടറെ പറഞ്ഞ് ഏൽപ്പിക്കണം. അസുഖം വരുന്നുണ്ട്, അവന്റെ കാര്യം ഒന്ന് നോക്കിക്കോണേ എന്നൊന്ന് പറഞ്ഞോ? അതുമില്ല. അത് സത്യം പറഞ്ഞു വെക്കണ്ടേ? അങ്ങനെ വെക്കണ്ടേ? ഇതൊക്കെ കള്ളത്തരം. പണിക്ക് പോകാതിരിക്കാനുള്ള കള്ളത്തരം. ഞാൻ നിങ്ങളെ ഈ വഴക്കിന്റെ ഇടയ്ക്ക് വന്ന് കയറിയെന്ന് ഞാനിപ്പോ വന്ന കാര്യം ഞാൻ പറയട്ടെ.